എല്ലാവർക്കും എൻട്രി എലോറ്റ് മോണ്ടിസോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഈ വീഡിയോയിലുള്ളത് ഇൻസ സാറാണ്. ഇൻസ സാറ് നമ്മുടെ അക്കാഡമിക് ഹെഡാണ് മോണ്ടിസോറിയുടെ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനിഷ മിസ് നമ്മുടെ മോണ്ടിസോറിയുടെ ലീഡ് മെൻറ്ററാണ്. നമുക്കറിയാം എൻട്രി മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഏകദേശം 2 വർഷത്തോളമായി. ഈ 2 വർഷത്തിനിടെ 2000-ലധികം സ്റ്റുഡൻസിനെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചു. ഒരുപാട് പേരാണ് ഇന്നിപ്പോൾ മോണ്ടിസോറി നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്നത്, ഓൺലൈനായിട്ട് നമ്മുടെ ആപ്പ് ത്രൂ പഠിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് ഇപ്പോഴും പല കൺഫ്യൂഷൻസ് ഈ ഒരു കോഴ്സിനെ പറ്റിയുണ്ട്. അതായത് ഓൺലൈനായിട്ട് പഠിച്ചാൽ കറക്റ്റ് ആകുമോ, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മറ്റുള്ള അനുബന്ധ കോഴ്സുകൾ, നമ്മളിപ്പോൾ ആഡ് ഓൺ കോഴ്സുകളായിട്ട് പുതിയ കുറേ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. AI പോലുള്ള കോഴ്സുകൾ, മൈക്രോസോഫ്റ്റ് എഡ്യൂക്കേറ്റർ പോലുള്ള കോഴ്സുകൾ. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരുപാട് ഡൗട്ടുകളാണ് നമ്മുടെ പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസ് എൻക്വയറി ചെയ്യുന്നത്. സോ ആ ഡൗട്ടുകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ഇന്ന് എൻട്രി മോണ്ടിസോറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ ചോദ്യം നമ്മുടെ ഇൻസ സാറിനോടാണ്. സാർ, നമ്മുടെ കോഴ്സ് കൊടുക്കുന്നത് ആപ്പ് ത്രൂ ആണ്. ആപ്പ് ത്രൂ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ത്രൂ ആണ്. അപ്പോൾ ഈ ഓൺലൈനിലോട്ട് ആപ്പ് ത്രൂ പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് ബെനിഫിറ്റ് ആണ്, ഒരു പുതിയ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബെനിഫിറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ? തീർച്ചയായും. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. വളരെ റീസെൻ്റായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തതാണ് എൻട്രി എലവേറ്റ് V5 സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനാനുഭവങ്ങളെ കൂടുതൽ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായാലും ലൈവ് ക്ലാസ്സുകളായാലും ഒക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട്, അതായത് വീക്ക്ലി ബേസിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഓരോ ക്ലാസ് കഴിയുന്നതോടു കൂടി മൊഡ്യൂൾ വൈസ് തന്നെ ക്ലാസ്സുകൾ കഴിയുന്നതോടു കൂടി കോഴ്സ് കംപ്ലീഷൻ മാക്സിമം നമ്മൾ കോഴ്സ് കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ V5 സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ V5 സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ പല ഇടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മൾ എൻട്രി എലവേറ്റ് മോണ്ടിസോറി കോഴ്സിൽ, ഈ പറയുന്ന V5 സ്ട്രക്ചർ കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ പഠനാനുഭവങ്ങളെ കൂടുതൽ മികവുറ്റതാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സ് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒക്കെയാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പല സ്ഥാപനങ്ങളിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് നല്ല ഫീഡ്ബാക്കുകൾ കുട്ടികളിൽ നിന്ന്, നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് നല്ല ഫീഡ്ബാക്കും അതുപോലെ തന്നെ നല്ല ഇമ്പാക്റ്റും ഈ ഒരു കോഴ്സിൽ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ V5 സ്ട്രക്ചർ എന്ന് പറയുമ്പം എലവേറ്റ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ അതിൻ്റെ കാര്യം? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നമ്മുടെ മോണ്ടിസോറിയുടെ പേരെന്ന് പറയുന്നത് വെറും എൻട്രി മോണ്ടിസോറി അക്കാഡമി എന്നുള്ള രീതിയിലാണ് ആദ്യം യൂട്യൂബ് ചാനലായാലും നമ്മുടെ കോഴ്സിലായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അത് മാറിയിട്ട് എൻട്രി എലവേറ്റ് മോണ്ടിസോറി ആയിട്ടുണ്ട്. സോ അതാണോ ഈ V5 സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എൻട്രി എലവേറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ബൂട്ട് ക്യാമ്പിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ വരിക. അതായത് ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ നിലവിലുള്ള അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആദ്യം വ്യത്യസ്ത എക്സാമുകളിലൂടെ നമ്മൾ അവരെ ഒന്ന് മനസ്സിലാക്കും. അതിന് ശേഷമാണ് അവർ ഈ പറയുന്ന ക്ലാസ്സുകളിലേക്ക് വരുന്നത്. അപ്പോൾ മൊഡ്യൂളിലേക്ക് വരുന്നു, ഓരോ ആഴ്ചകളിലേക്ക് വരുന്നു. അങ്ങനെ ഓരോ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സുകളിലേക്ക് അവർ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും നമ്മൾ ആപ്പ് ത്രൂ ആണ് കൊടുക്കുന്നത്. ആപ്പിലൂടെയാണ് നമ്മൾ ലൈവ് സെഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ PDF നോട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാരലലി ഒരു വാട്സപ്പ് ഗ്രൂപ്പും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത സെഷനുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സെഷൻസ്, മെറ്റീരിയൽസ്, കൂടുതൽ മോണ്ടിസോറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മെറ്റീരിയൽസിൽ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് കൈകാര്യം ചെയ്യാൻ അറിയുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇതിലൂടെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് ആളുകൾക്ക് കുറച്ചും കൂടി ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കുട്ടികൾക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെയാണ്, യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എൻട്രി എലവേറ്റിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയത്, നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
വളരെ കുറച്ച് പ്ലേസ്മെൻറ്റുള്ള എടുത്ത് നിന്ന് നമുക്ക് പെട്ടെന്നൊരു ബൂം പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെ കൂടുതൽ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലൂടെ നമുക്ക് വരാം. അതിന് മുമ്പ് അൻഷാമസിനോട് ചെറിയ ചോദ്യം. അപ്പം സാർ പറഞ്ഞ പോലെ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്ലേ വേ മെത്തഡിലൂടെ ചെയ്യേണ്ട കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് കുറച്ച് പേര് ഡൗട്ടുകളായിട്ട് പുതിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡൗട്ടുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്? മെറ്റീരിയൽസിൻ്റെ ക്ലാസ്സുകൾ അവരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മെറ്റീരിയൽസിൻ്റെ ക്ലാസ് നമ്മൾ എങ്ങനെയാണ് ഈ ആപ്പ് ത്രൂ പഠിക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ പഠിക്കുന്നത്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ ഓൾറെഡി ഓൺലൈൻ ത്രൂ ആണ് പഠിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ 100ms ത്രൂ ആണ് നമ്മുടെ ലൈവ് സെഷനിലൂടെ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടും അതേപോലെ അതെങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരെ കൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിക്കുകയും അത് വെച്ച് അവരെ കൊണ്ട് ക്ലാസ് എടുക്കുന്ന പോലെ ചെയ്യിപ്പിച്ച് വീഡിയോ അയപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടിക്ക് ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ കുട്ടിക്ക് അറിയാനും സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ ക്ലാസ്സുകൾ എല്ലാ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും അവർക്കൊരു 20+ മെറ്റീരിയൽസ് അവരെ കൊണ്ട് നമ്മൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് അവരെ കൊണ്ട് ബിൽഡ് ചെയ്യിപ്പിക്കുകയും അത് വെച്ച് ക്ലാസ് എടുക്കാൻ പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ എന്താണ് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും കുട്ടികൾ അറിഞ്ഞിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു ഇപ്പോൾ കുട്ടികൾ തന്നെ ഓൺലൈനിലേക്ക് വരുന്നതിൻ്റെ കാരണം അവർക്ക് ഈസിലി വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള കുട്ടികളായിരിക്കും നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ കളയുന്നില്ല. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അവർക്ക് എത്രമാത്രം ഈസിയാക്കി അവർക്ക് കൊടുക്കാമോ അത്രയും ഈസി ആയിട്ടും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസിൻ്റെ ക്ലാസ്സുകൾ നമ്മളിപ്പം റെക്കോർഡ് ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ലൈവ് സെഷൻസ് ആണോ കൊടുക്കുന്നത്? ലൈവ് സെഷൻ ത്രൂ ആണ് കൊടുക്കുന്നത്. ലൈവ് സെഷൻ കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ലൈവ് സെഷൻ്റെ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഇനി കൊണ്ടുവരാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഓഫ്ലൈൻ മെറ്റീരിയൽ വർക്ക്ഷോപ്പുകളാണ്. അത് എല്ലാ ബാച്ചിലും, അതായത് കൂടുതൽ ആളുകൾ മെറ്റീരിയൽസുമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഇടപെടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്ത പ്രദേശങ്ങൾ, കേരളത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന ബാച്ചുകളിലും അതുപോലെ തന്നെ ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ബാച്ചുകളിലും കൊടുക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെ ഹൈബ്രിഡ് ആവും. ഇൻ കേസ് ഇതേപോലെ ഏതെങ്കിലും കുട്ടികൾക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓൾറെഡി മെറ്റീരിയൽസിൻ്റെ ഒരു ലാബ് ഓൾറെഡി ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഒരു ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ സെക്ഷനോ? അപ്പോൾ എസ്പെഷ്യലി മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പം ഒരു അടുത്തിറങ്ങിയ ഇടപെടാനുള്ള ഒരു സന്ദർഭം കൂടെ ഇപ്പോൾ വരികയാണല്ലോ, വരും കാലങ്ങളിൽ പ്രശ്നം വരും. ഓക്കെ, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമുക്ക് 400-ലധികം പ്ലേസ്മെൻറ്റ്സ് എൻട്രി മോണ്ടിസോറിയിൽ സാധ്യമാക്കാൻ സാധിച്ചു. ഈ 400 പ്ലേസ്മെൻറ്റ്സ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് മിക്കവാറും ഇപ്പം അവിടെ ഒരു ഡൗട്ട് അറൈസ് എന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോനെ പറ്റി ചെയ്തായിരുന്നു 400 പ്ലേസ്മെൻറ്റ്. അപ്പം കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്ന വ്യക്തികൾക്ക് ഇത് ജസ്റ്റ് നമ്പേഴ്സ് മാത്രമാണ്. 400 പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ടോ? അപ്പം അത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ എന്താ ആൾക്കാരെവിടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമ്പോൾ 400 പ്ലേസ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, എങ്ങനെ ഈ 400 പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ എത്തി എന്നുള്ള കാര്യങ്ങൾ അക്കാഡമിക് കിട്ടുന്ന രീതിയിൽ സാറൊന്ന് പറഞ്ഞേക്കൊള്ളാം. നമുക്ക് അറിയാം, നമുക്ക് എൻട്രിയിൽ ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോണ്ടിസോറി കോഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ അഡ്മിഷൻ എടുത്ത് 3 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇവരെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്നതോടുകൂടി കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും, മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഹയറിംഗ് പോസ്റ്റേഴ്സും നമ്മൾ ഇവിടേക്ക് ഷെയർ ചെയ്യും. ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ വ്യത്യസ്ത സെഷൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെസ്യൂമെ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡെമോ ക്ലാസ് എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള അനവധി സെഷൻസ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സപ്പോർട്ടോട് കൂടി കൊടുക്കുന്നുണ്ട്. അത് കിട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ടാണ് ഇവർക്ക് നമുക്ക് തന്നെ ഇത്രയധികം റിസൾട്ട് ഈ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഏകദേശം 2 വർഷമേ ആയിട്ടുള്ളൂ, 2 അക്കാഡമിക് ഇയറേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ നമുക്ക് 400-ലധികം പ്ലേസ്മെൻറ്റ് കിട്ടി എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ
ഇത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് സെൽ ടീമിൻ്റെ ഒരു കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ GCC കൺട്രീസിലൊക്കെ നമുക്ക് ഈ ചുരുങ്ങിയ കാലയളവിൽ ആളുകളെ പ്ലേസ്ഡ് ആക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്ന ജോലിയായിട്ടുള്ള അധ്യാപനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. കാരണം അവരത്ര സമയവും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സിൽ സ്വാഭാവികമായിട്ടും അവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള സംഗതിയും നമ്മുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇമ്പാക്റ്റ് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ. അതേപോലെ നമ്മുടെ കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്താണ് കൂടുതലും പ്ലേസ്മെൻറ്റ് കിട്ടാറ്. അവരുടെ സ്കില്ല് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് മോസ്റ്റ്ലി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപാണ് കൂടുതലും കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ആയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എൻട്രി ടീം അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ഫോക്കസ് ചെയ്യുന്നതും ചുമ്മാ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു അവരുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു കോഴ്സിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു പേരൻ്റ് ആവാൻ സാധിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചിങ് കരിയറിലേക്ക് അവരെ എത്തിച്ചെടുക്കണം. ആ ഒരു ലക്ഷ്യവും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു സംഗതി പറയാനുള്ളത്, നമ്മൾ അടുത്തൊരു തലമുറയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. മോണ്ടിസോറി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രീ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണല്ലോ നമ്മുടെ ഈ കോഴ്സ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ജനറേഷനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതും അതെങ്ങനെയായിരിക്കണം, അടുത്തൊരു ജനറേഷൻ്റെ ഒരു മൊറാലിറ്റി എങ്ങനെയായിരിക്കണം, അവരുടെ ഒരു വാല്യൂസ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മുടെ കോഴ്സിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു വളരെ വിഷനറി ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടി ആയിട്ടാണ് ഇതിനെ നമ്മൾ ഇതിലൊരു കരിക്കുലം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ്, വളരെ വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കരിക്കുലം ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കും. ഓക്കെ. ടീച്ചിങ് പ്രാക്ടീസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ആക്ച്വലി ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് 2 മോഡലുണ്ട്. ഒന്ന് ഓഫ്ലൈൻ മോഡുണ്ട്, ഓൺലൈൻ ഉണ്ട്. നമ്മൾ കൂടുതലും കുട്ടികളുടെ അടുത്ത് ഓഫ്ലൈൻ പോകാനാണ് പറയാറ്. പക്ഷെ നമ്മുടെ അടുത്ത് ഒരു ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ടും ചിലപ്പോൾ അവർക്ക് പരിമിതികൾ ഉണ്ടാകാം. കുഞ്ഞുങ്ങളുണ്ടാവാം, ഫീഡിങ് ചെയ്യുന്നവരായിരിക്കാം, വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത സാഹചര്യം ഉള്ളവരാണെങ്കിൽ അവർക്ക് നമ്മൾ ഓൺലൈൻ ടീച്ചിങ് പ്രാക്ടീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 22 വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് കൊടുക്കുന്നത്. ഓൺലൈൻ ആണെങ്കിൽ എക്സ്ട്രാ ഒരു മെൻറ്റർഷിപ്പോട് കൂടിയിട്ടായിരിക്കും. LSRW എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ മാത്സിൽ ക്ലാസ് ഈസി ആക്കണം, ഏതൊക്കെ പെഡഗോഗിക്കൽ അപ്രോച്ചസുകൾ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് ഓൺലൈൻ ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.